നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താടാ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളാരാ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കി തരാം. ഹലോ, പോലീസ് സ്റ്റേഷൻ. അതെ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? നിന്നെ കാണാനാ വന്നത്. എനിക്ക് നിങ്ങളെ കാണണ്ട. പക്ഷേ എനിക്ക് നിന്നെ കാണാതെ പറ്റില്ലല്ലോ. എന്തിനാ നിങ്ങൾ എന്റെ പിന്നാലെ നടക്കുന്നേ? നീ എന്റെ കൂടെ വരണം. നിന്റെ അച്ഛൻ നിന്റെ കാര്യങ്ങൾ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുക. എന്റെ അച്ഛന് എന്റെ അമ്മയെക്കാളും നിങ്ങളെയാണോ വിശ്വാസം? നിങ്ങൾ കാരണം എന്റെ അമ്മ മരിച്ചു, എന്റെ അച്ഛൻ ജയിലിലായി. ഇപ്പൊ എന്നെ കൊണ്ടുപോയി നിങ്ങൾ വന്നിരിക്കുന്നു. എന്നാ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ല മോളെ. നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് മടങ്ങി വരുന്നവരെ നിന്റെ സംരക്ഷണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് നിങ്ങൾ എന്റെ ആരാ? ആരുമല്ല. ഞങ്ങളുടെ കുടുംബം തകർത്തിട്ട് നാണമില്ല ഇങ്ങനെ വന്ന് നിൽക്കാൻ. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്ത? ഇതുവരെ ഒരിക്കലും തമ്മിൽ കണ്ടിട്ടില്ലാത്ത എന്നോട് എന്തിനാ ഇത്ര വിരോധം? ഞാനാണ് നിന്റെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദിന്ന് നിനക്ക് എങ്ങനെ അറിയാം? ദേ, നീ വിചാരിച്ചു കൂട്ടുന്നതെല്ലാം തെറ്റാണ്. നീ എന്തൊക്കെ പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കിയാലും നിന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോവാൻ എനിക്ക് സാധിക്കില്ല. നീ എന്നെ സ്നേഹിക്കണം ബഹുമാനിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. എന്നെ അപമാനിച്ചാലും കുഴപ്പമില്ല. നിന്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ നീ എന്റെ കൂടെ വന്നേ പറ്റൂ. ഞാൻ ഈ ഫ്ലാറ്റിലെ അസോസിയേഷനിലെ പ്രസിഡന്റാ. വരണം സർ. മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ ഉള്ളവരെല്ലാരും പരാതിയും പറയുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഫ്ലാറ്റ് ഒഴിഞ്ഞു കിട്ടണം. കുട്ടി, ഈ ഫ്ലാറ്റ് ഇപ്പൊ തന്നെ ഒഴിഞ്ഞു പോയേ പറ്റൂ. പ്രായപൂർത്തി പോലും ആയിട്ടില്ലാത്ത ഈ കുട്ടി ഈ രാത്രി എങ്ങോട്ട് പോവാനാ? അതെന്റെ വിഷയമല്ല. നിങ്ങൾ ഈ കുട്ടിയുടെ ബന്ധുവാണെങ്കിൽ ഈ കുട്ടി ഇപ്പൊ തന്നെ വിളിച്ചോണ്ട് പോകൂ. ഞാൻ ജനിച്ചപ്പോ മുതൽ ഇവിടെയാ. ഇതെന്റെ വീടാ. ഞാൻ എവിടേക്കും പോവില്ല. എന്നാ പിന്നെ എനിക്ക് മറ്റു വഴികൾ നോക്കേണ്ടി വരും. ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞോട്ടെ സർ. നേരം പുലരുമ്പോ ഞാൻ ഇവിടെ കൊണ്ടുപോയിക്കോളാം. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇന്ന് ഈ ഒരു രാത്രി ക്ഷമിക്കാം. നാളെ രാവിലെ ഫ്ലാറ്റ് ഒഴിഞ്ഞിരിക്കണം. ഈ
ഈ നന്ദിനി കാരണം ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി. എന്ത് ചെയ്താലും ഏത് ചെയ്താലും നന്ദിനി ചെയ്യുന്ന പോലെ ആവണം. എന്തിനാ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നേ? ഞങ്ങൾക്ക് നന്ദിനെ പോലെ ആവാൻ പറ്റില്ല. ഏതു നേരം നന്ദിനി നന്ദിനി നന്ദിനി. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയാൽ അത് കുഴപ്പം. അവൾ എങ്ങോട്ട് പോകുന്നതിനും എന്ത് തോന്നിവാസം കാണിച്ചാലും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. അവൾ എവിടെയാ എന്തിനാ പോയതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. മേലാൽ ഇതുപോലെ നിന്ന് വിഷം വിളമ്പരുത്. നന്ദിനി ആരാണെന്നും എന്താണെന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ദേ, മര്യാദയ്ക്ക് നീ നിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ ഇവിടെ ഞാൻ ചവിട്ടി പുറത്താക്കും. അമ്മേ, സാവിത്രിയടുത്ത് പറഞ്ഞതിലൊരു കാര്യമില്ലേ? നന്ദിനിയടുത്ത് പോയിട്ട് ഇപ്പൊ 2 ദിവസമായില്ലേ? പോയ കാര്യം ഇതിനകം കഴിഞ്ഞു കാണുമല്ലോ. പിന്നെന്താ വരാൻ വൈകുന്നേ? അവളുടെ ഒരു കൂട്ടുകാരി മരിച്ചുപോയി. അവൾ അങ്ങോട്ട് പോയിരിക്കുക. അതാ വരാൻ താമസിക്കുന്നത്. അതറിയായിരുന്നെങ്കിൽ നേരത്തെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു. ഓരോന്നിനും ഓരോ സന്ദർഭം വരാതെ പറയാൻ പറ്റുമോ? അതെ സാവിത്രി, സാവിത്രി ഇങ്ങനെ കരയാതെ സാവിത്രി. സ്വന്തം അമ്മയല്ലേ ഇതല്ലേ ഇത്? പോട്ടെ. അമ്മയ്ക്ക് സ്വന്തം മകളായ എന്നോടല്ല ഇഷ്ടം, അവളോടാ. ആ നന്ദിനിയെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ഞാൻ എതിർത്ത് പറഞ്ഞ അപ്പൊ അമ്മയല്ലേ തല്ലും. ഇതൊരു പതിവായിരിക്കും. അമ്മ ചേച്ചിയെ തല്ലിയത് തീരെ ശരിയായില്ല. അതും നന്ദിനി എടുത്തിട്ട് കാര്യത്തില്. സ്വന്തം അമ്മയല്ലേ സാവിത്രി തല്ലിയത്? നീ ഇത് മറന്നുകളാ. അമ്മയ്ക്ക് മുത്തശ്ശിയുടെ അടി കിട്ടിയോ? എങ്കിലത് ദേവമ്മയെ കുറ്റം പറഞ്ഞതിനായിരിക്കും. എന്തിനാ അമ്മേ ആ പാവത്തിനെ കുറ്റം പറയുന്നത്? അല്ലെങ്കിൽ എനിക്കറിയാവിടാ, നിനക്ക് എന്നെക്കാൾ സ്നേഹം ആ ദേവമ്മയോടാണെന്ന്. പെറ്റമ്മയ്ക്ക് തല്ല് കിട്ടിയാലും നിനക്ക് നോവില്ല. ദേവമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് പൊള്ളും. അതെ, എനിക്ക് അമ്മയെക്കാളും സ്നേഹം ദേവമ്മയോട് തന്നെയാ. നിന്നെ പെറ്റു വളർത്തിയത് ഞാനാ, അല്ലാതെ അവളല്ല. ഒന്ന് നിർത്താൻ. നിങ്ങൾ അമ്മയും മോനും തമ്മിൽ ഇക്കാര്യത്തിന്റെ പേരിൽ ഇനിയൊരു വഴക്ക് വേണ്ട. ഞാൻ വഴക്കിനൊന്നും വന്നതല്ല അച്ഛാ, എല്ലാരോടും കൂടി ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാ. സന്തോഷ വാർത്ത എന്താ മോനെ? ഞങ്ങളെല്ലാം കേക്കട്ടെ. ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുക. അയ്യോ, നമ്മളെ ഒരു അപ്പൂപ്പൻ അമ്മൂമ്മയാവാൻ പോകുന്നു. മോനെ, മോളെ, ഈ വീട്ടിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണല്ലോ കേട്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.